ഇന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നോക്കാം. ഇന്നലെ മുതൽ പാറുവിന് ഇവിടെ വരണമെന്ന് ഒരേ വാശി. അല്ല, നീ ഇതെങ്ങോട്ടാ? ഒന്നുമില്ലടാ, വെറുതെ നിന്നെ ഒന്ന് കാണാൻ. എടാ ശ്രീകുട്ട, ഞാനൊന്ന് രാമേശ്വരത്തേക്ക് പോവാ. ഒറ്റയ്ക്കോ? ഈ യാത്രയും കൂടി ഞാൻ തനിച്ചായിരിക്കും. അതെന്താ? ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോരാ, കൂട്ടിന് ഒരാളും കൂടി വേണമെന്നൊരു തോന്നലേ. അതേടാ, അശ്വതി എനിക്കിഷ്ടം, ഒരുപാട് ഇഷ്ടം. ആ ഇഷ്ടം എന്നോട് കൊണ്ടെന്നാ എന്റെ വിശ്വാസം. നിനക്കറിയാലോ എനിക്ക് റൊമാൻസ് ഒന്നും വരൂല. ഇനി ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ എനിക്ക് നിങ്ങളൊക്കെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം നീ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരണം. നിനക്ക് സമ്മതമായിരിക്കുമെന്നറിയാം. ശ്രീ, എടാ, നീ എന്താടാ ഒന്നും പറയാത്തത്? നീ ഹാപ്പി അല്ലേ? ഒരുപാട്. അത് മതി. അവളോട് ഞാൻ സംസാരിക്കാം. എടാ, അവള് വരുന്നടാ. എനിക്ക് അവളെ ഫേസ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. പോട്ടെ. അല്ല, പോയി വരാം. അരവിന്ദൻ എന്താ പോയി ശ്രീയേട്ടാ? എനിക്കറിയില്ല. ശ്രീയേട്ടാ, നിനക്ക് മണ്ണുത്തിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് വന്നു. ലാസ്റ്റ് 13th ആയിരുന്നു. ആ, പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? പോവായിരുന്നില്ലേ? പാറു, പറഞ്ഞേക്ക്. വന്നോ? ശ്രീകുട്ടൻ എന്തിയെ? മഴയ്ക്ക് പോയി. അരവിന്ദേട്ടൻ ആളെപ്പോഴും വലിയ വിഷമത്തിലാ. ചായ കൊടുക്കവന്. ഇവിടെ ഉള്ളവർക്ക് ഒരു ചായ തരാൻ സമയമില്ലേ? എന്താടാ, അവൾ ഇവിടുത്തെ കുട്ടി തന്നെയല്ലേ? എന്നാരാ പറഞ്ഞത്? വന്നവരെന്നെ പറഞ്ഞ കഥയല്ലേ? നമുക്കതിന് തെളിവൊന്നുമില്ലല്ലോ. ആര് വിശ്വസിച്ചാലില്ലെങ്കിലും ഞാൻ ഇവിടുത്തെ കുട്ടിയാ. ഇത് എന്റെ കൂടി വീടാ. നീ ഇവിടുത്തെ കുട്ടി തന്നെയാ. നിനക്ക് എന്താടാ? ദേ, മോള് പറയരുതേ ലക്ഷ്മിയെ നമുക്കൊരു ഡോക്ടറെ കാണിക്കണം എന്ന്, അല്ലെങ്കിൽ അവളങ്ങനെ ഇരുന്നു പോകുന്നു. അമ്മച്ചി, കണ്ണേട്ട ഇല്ലാത്ത ഒരു നിമിഷം പോലും ചേച്ചിയുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല. അതാണ് ചേച്ചിയുടെ പ്രശ്നം. മനസ്സിൽ തട്ടുന്ന വല്ലതും സംഭവിക്കുമ്പോൾ ചേച്ചി തന്നെ റിക്കവർ ആയിക്കോളും. അമ്മച്ചിന്റെ ഒന്ന് വിശ്വസിക്കേ, അല്ലാതെ വലിഞ്ഞു കയറിയൊന്നും വല്ല പറഞ്ഞെന്ന് പറഞ്ഞോണ്ട്. എന്താടാ ഇത്?